ഏപ്രിൽ മാസം 5-ാം തീയതി ക്രിസ്തുവർഷം 2023. ദൈവകൃപയാൽ പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനവുമായി ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കൃപയും ദൈവിക സമാധാനവും ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് തുടങ്ങാം. സ്വർഗസ്ഥ പിതാവേ, അവിടത്തേക്ക് നന്ദിയും സ്തുതിയും സ്തോത്രങ്ങളും അർപ്പിക്കുന്നു. പുത്രനായ കൃപയ്ക്കായിട്ട് സ്തോത്രം. ദൈവവചനം നൽകിയതിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ദൈവവചന പഠനം അനുഗ്രഹീതമാക്കണമേ, മനസ്സിലാക്കാൻ പരിശുദ്ധാത്മ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു നാമത്തിലുള്ള പ്രാർത്ഥനയാൽ സ്വീകരിക്കണമേ സ്വർഗീയ പിതാവേ. 4 സുവിശേഷങ്ങളിലെയും മുഖവുര ഒത്തുനോക്കുമ്പോൾ യേശുക്രിസ്തു എന്ന യാഥാർത്ഥ്യം വ്യക്തമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ സുവിശേഷവും പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ എഴുതപ്പെട്ട വചനമാണ്. എങ്കിലും മത്തായി എഴുതിയപ്പോൾ ഒരു പ്രത്യേക പ്രമേയം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് മത്തായിയുടെ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ 4 സുവിശേഷങ്ങളും അതിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മൾ ഒത്തുനോക്കുമ്പോൾ നമുക്ക് ഒരു ക്രമമായ രീതിയിൽ ദൈവിക സത്യങ്ങളും ചരിത്ര സത്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇവയെല്ലാം ഒത്തുനോക്കി യഥാർത്ഥ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെയും മനസ്സിലാക്കി നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. മത്തായിയുടെ സുവിശേഷം വംശാവലി ഉദ്ധരിച്ചുകൊണ്ട് ആരംഭിക്കുന്നു. ഇങ്ങനെയാണ് വായിക്കുന്നത്: അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പം ഇവിടെ നമുക്ക് മത്തായി തുടങ്ങുന്നത് തന്നെ ഒരു ചരിത്ര യാഥാർത്ഥ്യത്തിലൂടെയാണ്. എബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു, അവൻ്റെ വംശാവലി. മർക്കോസിൻ്റെ സുവിശേഷം ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം എന്ന് എഴുതി. അങ്ങനെയാണ് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭം. ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത് സ്നാപക യോഹന്നാന്റെ ജനനത്തിൻ്റെ സദ്വർത്തമാനം അറിയിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ സെഖര്യാവിന് പ്രത്യക്ഷപ്പെടുന്നതോടെയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം ആരംഭിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷമോ വചനത്തിൻ്റെ, നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ 1-14 വാക്യത്തിൽ വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു. മനുഷ്യാവതാരത്തെ കുറിക്കുന്ന ഒരു വാക്യമാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്നത് വചനത്തിൻ്റെ നിത്യതയിൽ നിന്ന് ആരംഭിക്കുന്നതാണ്. നിത്യതയിൽ നിന്ന് യേശുക്രിസ്തു വചനം, അവൻ നിത്യനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. ഇപ്രകാരമുള്ള ആരംഭങ്ങളിൽ നിന്ന് ധാരാളം ഉപദേശങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കും. അതിൽ ചിലത് നമ്മൾ വായിക്കുകയാണെങ്കിൽ പഠിക്കുകയാണെങ്കിൽ അത് ഗുണകരമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവയിൽ ചില ഉപദേശങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ശ്രമിക്കാം. ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. വംശാവലിയിൽ നിന്ന് ചില ഉപദേശങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നാം ശ്രമിക്കുകയാണ്. മത്തായി 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ നിന്ന് യേശുവിന്
സാക്ഷാൽ വംശാവലി ഉണ്ട്. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അവൻ പരിപൂർണമായിട്ടും ഒരു വംശാവലിയിൽ ജനിച്ച വ്യക്തിയാണ്. യേശു സാക്ഷാൽ ചരിത്ര പുരുഷനുമാണ്. എബ്രഹാമും ദാവീദും യേശു ക്രിസ്തുവും യഥാർത്ഥമായി ഒരു ചരിത്ര പുരുഷന്മാരാണ്. അതിൽ യേശു സാക്ഷാൽ ചരിത്ര പുരുഷനാണ്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വവും നമുക്കിവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, അതിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അതിൽ നിന്ന് നമുക്ക് ദൈവം നമ്മളോട് പഠിപ്പിക്കുന്ന, ദൈവം നമ്മെ പഠിപ്പിക്കുന്ന ചില ഉപദേശങ്ങളാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, യേശു ക്രിസ്തു സാക്ഷാൽ മനുഷ്യൻ ആയിരുന്നു എന്നുള്ളത് മാത്രമല്ല, യേശു ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് വെച്ചാൽ യഹൂദന്മാർക്ക് ദൈവം വാഗ്ദത്തം ചെയ്ത മശീഹ ആണ് എന്നുകൂടി ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകാം. ക്രിസ്തു യഹൂദന് നൽകിയ വാഗ്ദത്ത മശീഹ ആകുന്നു. മത്തായിയുടെ സുവിശേഷം ഈ അധ്യായത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത് ഇപ്രകാരമാണ് വായിക്കുന്നത്. അപ്പം അങ്ങനെ ക്രിസ്തു യഹൂദന് നൽകിയ വാഗ്ദത്ത മശീഹ ആകുന്നു എന്നുള്ളതും പ്രധാനമാണ്. മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുമാത്രമല്ല, അബ്രാഹിമിൻ്റെ വാഗ്ദത്ത സന്തതി യിസ്ഹാക്കിൽ നിന്ന് ദാവീദിൻ്റെ വംശാവലിയിൽ സാക്ഷാൽ മനുഷ്യനും യഹൂദനുമായി ജനിച്ചു. മത്തായിയുടെ സുവിശേഷം വളരെ പ്രസക്തമായ ഇരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അങ്ങനെ വായിക്കുന്ന അബ്രാഹിമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തു അവൻ്റെ വംശാവലിയാണ്. അതുകൊണ്ട് അബ്രാഹിം വാഗ്ദത്ത സന്തതി മാത്രമല്ല, എബ്രാഹിമിൽ ഇസഹാക്ക് വഴി, ഇസഹാക്കിൽ നിന്ന് ദാവീദ്, ആ വംശാവലിയിൽ സാക്ഷാൽ മനുഷ്യനും യഹൂദനും ആയി ജനിച്ചു. അബ്രാഹിമിനെ അറിയാൻ ഉൽപ്പത്തി 12 മുതൽ ഉൽപ്പത്തി പുസ്തകം 27-7 വരെ വായിക്കണം. കാരണം 27-ന്റെ 7-ാം വാക്യത്തിൽ അവൻ്റെ മരണത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. പുതിയ നിയമത്തിലും യേശുക്രിസ്തു അപ്പസ്തോലന്മാരും അബ്രാഹിമിനെ പറ്റി, അവൻ്റെ ചരിത്രത്തെപ്പറ്റി, അവൻ്റെ വിളിയെക്കുറിച്ചും എല്ലാം കൂടുതൽ വ്യാഖ്യാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹിമിന് കൊടുത്ത വാഗ്ദത്തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സന്തതിയെ നൽകും, ഒരു പ്രദേശം അവന് പ്രത്യേകമായി കൊടുത്തിട്ടുണ്ട്. അവനിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അങ്ങനെ 3 അനുഗ്രഹങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ ദൈവം അബ്രാഹിമുമായി ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയിലും ഒരുപാട് കാര്യങ്ങൾ ദൈവം അബ്രാഹിമിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാഗ്ദാനങ്ങളുടെയും ഉടമ്പടിയുടെയും അടിസ്ഥാനത്തിൽ അത്ഭുതകരമായി ജനിച്ചവനാണ്, വാഗ്ദത്ത സന്തതിയാണ് ഇസഹാക്ക്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണത് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. എബ്രഹാമിൽ വാഗ്ദത്ത സന്ധിയെ ഇസഹാക്കിൽ ജനിച്ച ഇസഹാക്കിൻ്റെ മക്കൾ യാക്കോബിലെ 12 ഗോത്രം, ഇവരാണ് സാക്ഷാൽ യഹൂദന്മാർ. ആ കുലത്തിലാണ്, ആ വംശാവലിയിലാണ് കർത്താവ് യേശു ക്രിസ്തു മനുഷ്യനായി ജനിക്കുന്നത്. ഇസഹാക്കിന് യാക്കോബിൽ 12 ഗോത്രപിതാക്കന്മാർ യഹൂദയ്ക്ക് ചെങ്കോൽ, രാജഭരണം. യഹൂദയിൽ ദാവീദുമായി ദൈവം ഉടമ്പടി ചെയ്തു. ദൈവം ദാവീദുമായി ചെയ്ത ഉടമ്പടി 2 ശമൂവേൽ 7-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെ വാക്യങ്ങൾ നമുക്ക് കാണാം. നാം പഠിച്ചു വരുന്നത് യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച തിരുവചനം പഠിപ്പിക്കുന്ന ദൈവിക സത്യങ്ങളാണ്. അത് പഴയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ, പഴയ നിയമത്തിൽ നമ്മൾ അവൻ ആരാണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ഈ കാലിത്തൊഴുത്തിൽ മറിയയിൽ ജനിച്ച ഈ കുഞ്ഞ്
ഈ ശിശു അവൻ ആരാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ ആവശ്യമായിരിക്കുന്നു. പഴയ നിയമത്തിൽ ദാവീദിന് യഹോവ ഉടമ്പടി നൽകിയിരുന്നു. ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് 2 ശമൂവേൽ അതിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ 12 മുതൽ ഉള്ള വാക്യങ്ങളാണ്. അതിനകത്ത് 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ദൈവം ദാവീദുമായി ചെയ്ത ഉടമ്പടിയിലെ ചില പ്രമാണങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. നിന്റെ ഗ്രഹവും നിന്റെ രാജത്വവും എൻ്റെ മുമ്പാകെ എന്നേക്കും സ്ഥിരമായിരിക്കും. നിന്റെ സിംഹാസനവും എന്നേക്കും ഉറച്ചിരിക്കും. അപ്പം എന്നേക്കും എന്നുള്ള ആ പദം കൊണ്ട് ഈ സന്തതി, ഈ വാഗ്ദത്ത സന്തതി, ദാവീദിൻ്റെ മകനായി ജനിക്കുന്ന ഈ സന്തതി അവൻ രാജാവ് മാത്രമായിരിക്കുകയല്ല, അവൻ എന്നേക്കുമുള്ളവനാണ്. എന്നേക്കുമുള്ളവൻ ദൈവം മാത്രമാണ്. അതുകൊണ്ട് അവൻ ദൈവമായിരിക്കും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നേക്കുമുള്ളവൻ ദൈവമായിരിക്കണം. എന്നേക്കും ഉള്ള ദൈവവും രാജാവും യഹൂദനും പൂർണ്ണ മനുഷ്യനുമായി മറിയയിൽ യേശുക്രിസ്തു ജാതനായി. എബ്രാഹാം മുതൽ ദാവീദ് വരെ എബ്രാഹുമായുള്ള ഉടമ്പടി, ദാവീദുമായുള്ള ഉടമ്പടി, ഇവയിൽ വാസ്തവമായി ആണ് യേശുക്രിസ്തു ജനിക്കുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ചില കണക്കുകൾ മത്തായി എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ തലമുറകളാകെ എബ്രാഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14 ആകുന്നു. അങ്ങനെ 3 തലമുറകളെ സംബന്ധിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. എബ്രാഹാം മുതൽ ദാവീദ് വരെ, ദാവീദ് മുതൽ ബാബേൽ പ്രവാസം. പഴയ നിയമത്തിലെ ഈ സംഭവങ്ങളെക്കുറിച്ച് നമുക്ക് ശരിക്കറിയാമെങ്കിൽ മാത്രമാണ് നമുക്ക് യേശുക്രിസ്തുവിനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എബ്രാഹാം മുതൽ ദാവീദ് വരെ നമ്മൾ വായിക്കുമ്പോൾ, തുടർന്ന് ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം, പ്രവാസത്തിനും മുമ്പ്, പ്രവാസത്തിൽ, അങ്ങനെ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എബ്രാഹാം മുതൽ ദാവീദ് വരെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞതിന് ശേഷം, അപ്പോൾ ആ കാലഘട്ടത്തിൽ എന്താണ് സംഭവിച്ചത്? ദാവീദ് വരെ അബ്രാഹാമിനെ ദൈവം വിളിച്ചു, അവന് വാഗ്ദാനങ്ങൾ നൽകി, അവനോട് ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ ജനമായി തീരുന്നു. അവർക്ക് ന്യായപ്രമാണം നൽകുന്നു. യൂദയ്ക്ക് രാജഭരണം നൽകുന്നു. ഈ രാജഭരണം ലഭിച്ച ദാവീദിൻ്റെ മകനായിട്ടാണ് കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നടന്നിരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ദൈവിക ഉപദേശങ്ങളാണ്. രണ്ടാമതായിട്ട് പറഞ്ഞിരിക്കുന്ന കാലഘട്ടം ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം. നമുക്കറിയാം, ദൈവം ഇസ്രായേലിനെ രാജ്യമാക്കി. ആദ്യത്തെ രാജാവ് ആരാണെന്ന് നമുക്കറിയാം, ശൗൽ. എന്നാൽ അവനെ നീക്കി ദൈവം തൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദിനെ രാജാവാക്കുകയാണ്. ഈ രാജാവുമായിട്ടുമാണ് ദൈവം 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ ഉടമ്പടിയാക്കുന്നത്. എന്നേക്കുമുള്ള രാജാവ് എന്ന സ്ഥിരമായിരിക്കുന്ന രാജഭരണം, സിംഹാസനം, അതെന്നേക്കുമുള്ളതാണ്. അതിന്മേൽ ഇരിക്കാൻ പോകുന്നവൻ എന്നേക്കുമുള്ളവനാണ് എന്നുള്ളതും ഈ കാലഘട്ടത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഉപദേശങ്ങളാണ്.
ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം, പ്രവാസത്തിന് മുമ്പ് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം പറഞ്ഞ പ്രകാരം ഇസ്രായേൽ അവരുടെ അനുസരണക്കേട് നിമിത്തം ബാബേലിൽ 70 വർഷം പ്രവാസത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നു. പ്രവാസത്തിന് പോകുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടത്തിൽ വിവിധമായിട്ടുള്ള പ്രവാചകന്മാർ ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, യെശയ്യാവ്, യെരമ്യാവ്, യോവേൽ, മീഖ, സെഫനിയ, ഹാബക്കൂക്ക് മുതലായവർ. ഇനിയും വേറെ പ്രവാചകന്മാരുണ്ട്. അവരെല്ലാം ഈ പ്രവാസത്തിന് മുമ്പ് വടക്കും കിഴക്കും ഉള്ള ഇസ്രായേലിൽ അവർ പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ പ്രവാസത്തിൽ പോയതിനു ശേഷം പ്രവാസത്തിൽ ദൈവിക വെളിപ്പാടുകൾ ലഭിച്ച 2 പ്രധാനപ്പെട്ട പ്രവാചകന്മാർ, ഒന്ന് ദാനിയേൽ, 2 യെസക്കിയേൽ. അപ്പം ഇവർ മുഖാന്തരവും ദൈവം ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ യഥാസ്ഥാനപ്പെടുത്തുന്ന കാര്യങ്ങളെക്കുറിച്ചും പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. പ്രവാസത്തിന് ശേഷം ഇസ്രായേൽ യഥാസ്ഥാനപ്പെടുത്തേണ്ടതിന് കന്യാജനനം ആവശ്യമായിരുന്നു. മശിഹ ജനിക്കേണ്ടത് ആവശ്യമായിരുന്നു. മശിഹയുടെ രാജ്യം വാഗ്ദത്തം ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഈ മശിഹയെക്കുറിച്ച് യെശയ്യാവ് പ്രവചനത്തിലും കഷ്ടം സഹിക്കുന്ന മശിഹയായിട്ടും മഹത്വീകരിക്കപ്പെട്ട മശിഹയായി എന്നിങ്ങനെ ധാരാളം പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. യെശയ്യാവ് പ്രവചനം നമുക്കറിയാം, 7:14 അവൻ്റെ ജനനത്തെക്കുറിച്ചും 53 അവൻ്റെ മരണത്തെക്കുറിച്ചും എല്ലാം ധാരാളമായിട്ട് നമുക്ക് പ്രവചനങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തു വരെ ആ കാലഘട്ടത്തിൽ പ്രവാസത്തിന് ശേഷമുണ്ടായ യഹൂദജനത്തിലാണ് യേശു ജനിക്കുന്നത്. പ്രവാസത്തിൽ നിന്ന് നെഹമ്യാവും മറ്റ് പ്രവാചകന്മാരും നേതാക്കളും വഴി ഇസ്രായേലിലേക്ക് തിരിച്ചെത്തിയ ആ ഇസ്രായേൽ ജനമാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് ജീവിച്ചിരിക്കുന്നത്. ഒരു തലമുറയായിട്ടുള്ള ആ പാരമ്പര്യമാണ്. അതിലാണ് കർത്താവായ യേശു ക്രിസ്തു ജനിക്കുന്നത്. പ്രവാസത്തിലെ പ്രവാചകന്മാർ ഇസ്രായേലിൻ്റെ ദാസ്ഥാനം പ്രവചിച്ചു. ഈ പ്രവചനങ്ങൾ ക്രിസ്തു നിവൃത്തിയാക്കേണ്ടതുണ്ട്. ദാറ്റ് ഇസ് എ പോയിന്റ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. എന്തുകൊണ്ട് മത്തായി ഈ വംശാവലി എഴുതി? ഈ വംശാവലിയിൽ ഇങ്ങനെ കാലക്രമങ്ങളൊക്കെ എഴുതിയിരിക്കുന്നു, വ്യക്തികളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്തിനു എഴുതിയിരിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം ഇസ്രായേലിനെ വിളിച്ച് വേർതിരിച്ച് പ്രവാചകന്മാർ മുഖാന്തരം നടത്തിയ പ്രവചനങ്ങൾ അത് ക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം വംശാവലിയെ തുടങ്ങുന്നു, അവൻ്റെ ജനനത്തിൽ തുടങ്ങിയാണ്. എന്തുകൊണ്ട് യേശു ജനിക്കേണ്ട ആവശ്യം വന്നു? തിരുവചന പ്രകാരം അവൻ ജനിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഇപ്രകാരം പ്രവചന നിവൃത്തിക്കായി യേശു യഹൂദനും മശിഹായും രാജാവും പൂർണ്ണദൈവം പൂർണ്ണ മനുഷ്യനുമായി മറിയയിൽ ജനിച്ചു. ഇത് വളരെ പ്രധാനപ്പെട്ട ക്രിസ്തീയ അടിസ്ഥാനമാണ്. എന്നാൽ മിക്കവാറും ക്രിസ്തു മതം എന്ന് പറയുന്ന ക്രിസ്ത്യാനികൾ, മതത്തിൽപ്പെട്ട ക്രിസ്ത്യാനികൾ, ഇതൊന്നും അവർക്ക് വിഷയമല്ല. എന്നാൽ ദൈവത്തിന് ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് ഇപ്രകാരം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്നാൽ യഹൂദ നേതാക്കളും ഭൂരിഭാഗം യഹൂദന്മാരും യേശുവിനെ തിരസ്കരിച്ചു. അതുമാത്രമല്ല, അവൻ ക്രൂശിക്കുകയും ചെയ്തു. അവരുടെ രക്ഷയ്ക്കായിട്ട് വന്ന മശിഹായെ അവർ തിരസ്കരിച്ച് അവനെ ക്രൂശിൽ കയറ്റുകയാണ് ഉണ്ടായത്. യേശുവിനെ സ്വീകരിക്കും വരെ പ്രവചന നിവൃത്തിക്കായി കാത്തിരിക്കണം. യേശുക്രിസ്തു ജനിച്ചത് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കാനാണ്. അതുവഴി ലോകത്തിൻ്റെ രക്ഷകനായി ആണ് യേശുക്രിസ്തു വന്നത്. എന്നാൽ യഹൂദന്മാർ അവനെ തിരസ്കരിക്കുകയും ക്രൂശിലേൽപ്പിക്കുകയും ചെയ്തു.
അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു തന്നെ പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന് 39-ാം വാക്യത്തിൽ, നിങ്ങൾ എന്നെ ഇനി സ്വീകരിക്കും വരെ നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന്. യേശുക്രിസ്തു യഹൂദന്മാർ നേതാക്കന്മാരും തിരസ്കരിക്കാനും ക്രൂശിക്കാനും പല കാരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപാട് കാരണങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട്. എന്നാൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ അറിവിനായിട്ട് ഞാൻ പറയുകയാണ്. 3 കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടി. ഒന്ന്, ദൈവിക തലത്തിൽ ദൈവത്തിൻ്റെ പ്ലാൻ എന്തിനാണ്, എന്തുകൊണ്ട് തൻ്റെ പുത്രനെ അയച്ചു, മശിഹായിട്ട് അയച്ചു. 2, യഹൂദിനെ സംബന്ധിച്ചുള്ളത്, യഹൂദൻ്റെ മെശിഹായുമായിട്ടുള്ള ബന്ധത്തിലുള്ള അവൻ്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു. 3-ാമതായിട്ട് ജാതികളെ സംബന്ധിച്ച് ദൈവിക തലത്തിൽ ക്രൂശീകരണത്തിൻ്റെ ആവശ്യം മനുഷ്യകുലത്തിൻ്റെ വീണ്ടെടുപ്പ് നേടണം. 2-ാമതായി ലോകത്തിൻ്റെ പാപ പരിഹാരം നടത്തണം. എന്നാൽ യഹൂദിനെ സംബന്ധിച്ച് യഹൂദ ജനവും നേതാക്കളും അതിന് തയ്യാറായിരുന്നില്ല. യഹൂദ നേതാക്കന്മാരും യഹൂദ ജനവും അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവൻ തൻ്റെ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തത്തിലുള്ളവരും അവനെ സ്വീകരിച്ചില്ല. അതുമാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാം വാക്യത്തിൽ, നിങ്ങൾക്ക് യഹൂദന്മാർക്ക് മനസ്സില്ലായിരുന്നു, ഇംഗ്ലീഷിൽ വില്ലിങ്, യു ആർ നോട്ട് വില്ലിങ്, ദൈവമയച്ച തൻ്റെ പുത്രനെ അവർ തിരസ്കരിക്കുക മാത്രമല്ല, സ്വീകരിക്കാതിരിക്കുക മാത്രമല്ല, അവർക്ക് മനസ്സില്ലായിരുന്നു. അപ്പം ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അത് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്, നമ്മൾ ദൈവിക കാര്യങ്ങളും ദൈവത്തെ സ്വീകരിക്കാനായിട്ട് അവനെ മനസ്സുള്ളവരാണോ എന്ന് നമ്മൾ പരിശോധന ചെയ്യേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, ജാതികളെ സംബന്ധിച്ച് ദൈവത്തിന് വലിയ കരുതലുണ്ട്. ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് യേശു പറഞ്ഞു. സഭ പണിയേണ്ട ആവശ്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഇങ്ങനെ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വംശാവലി വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമുക്ക് മനസ്സിലാകാം. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷം വായിക്കുകയാണെങ്കിൽ അത് തുടങ്ങുന്നത് ഗബ്രിയേൽ ദൂതൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാവും. ദൈവം സ്വർഗത്തിൽ നിന്ന് തൻ്റെ പ്രധാന ദൂതനായി ഗബ്രിയേലിനെ അയക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ, അവൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സ്വർഗം ഈ കാര്യത്തിൽ വളരെ താല്പര്യമുള്ളതാണ്. ദൈവത്തിൻ്റെ പുത്രനെ അയക്കുകയാണ്. ഈ സന്ദേശവുമായിട്ട് ഗബ്രിയേൽ ദൂതൻ വരികയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ പ്രകാരം വായിക്കുന്നു, അവൻ വലിയവനാകും, യേശു വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. ഈ സിംഹാസനം രാജാവാണ്. അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. ഇത് സ്വർഗത്തിൽ നിന്ന് വന്ന പ്രധാന ദൂതനായി ഗബ്രിയേൽ ദൂതൻ്റെ സന്ദേശമാണ്. ഇത് നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമുക്ക് മഹാകഷ്ടം. സഖറിയാവിനോട് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്ന ദൂതനാവുന്നു. ഞാൻ പറയുന്നത് നീ വിശ്വസിക്കായികൽ നിന്റെ ഭാര്യ യോഹന്നാനെ പ്രസവിക്കും വരെ നീ മൗനമായിരിക്കും, നിനക്ക് ഇനി സംസാരിക്കാൻ കഴിവില്ല. അത്ര പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഗബ്രിയേൽ ദൂതൻ. അവൻ്റെ സന്ദേശം, അവൻ രാജാവാണ്, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. യേശു വാസ്തവത്തിൽ രാജാവായി ജനിച്ചവനാണ്. അതുമാത്രമല്ല, വിദ്വാൻമാർ യഹൂദന്മാരുടെ രാജാവിനെ അന്വേഷിച്ചു വന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. കിഴക്ക് നിന്ന് വിദ്വാൻമാർ അവനെ അന്വേഷിച്ചു വന്നു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അവർ വന്നിട്ട് അന്വേഷിച്ചത് എങ്ങനെയാണ്? യഹൂദന്മാർ രാജാവായി വന്നവൻ എവിടെ? രാജാവ്. ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ടു.
അവനെ നമസ്കരിക്കാൻ വന്നിരിക്കുന്നു. നമസ്കാരം ദൈവത്തിന് മാത്രമുള്ളതാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. വിദ്വാൻമാർക്ക് യഹൂദന്മാരുടെ രാജാവിൻ്റെ ദൈവികത്വം അറിയാമായിരുന്നു. നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് പീലാത്തോസിൻ്റെ ചോദ്യത്തിന് യേശു ഞാൻ ആകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ വിവിധ വേദഭാഗങ്ങൾ നമ്മൾ വായിച്ചിട്ട് ഈ യേശു ക്രിസ്തുവിനെ ശരിയായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അവൻ വാസ്തവത്തിൽ ആരാണ്, നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ചവൻ ആരാണ് എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മേലെഴുത്തിൽ പീലാത്തോസ് എഴുതി യഹൂദന്മാരുടെ രാജാവ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. യേശു രാജാവായി ജനിച്ചവനാണ്, ആയതിനാൽ രാജ്യം പ്രസംഗിച്ചു. എന്നാൽ രാജാവിനെ ഇസ്രായേൽ സ്വീകരിക്കാതെ രാജ്യം സ്ഥാപിതമാകുകയില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. നമുക്കറിയാം, ഈ ആഴ്ച കഷ്ടാനുഭവത്തിൻ്റെ ആഴ്ചയാണ്. ഈ ഞായറാഴ്ച, കഴിഞ്ഞ ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. അന്ന് യഹൂദയിൽ ജെറുസലേമിൽ ഇസ്രായേലിൻ്റെ രാജാവായി കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് യേശുക്രിസ്തുവിനെ അവർ സ്വാഗതം ചെയ്തു. എന്നാൽ അതേ ജനം പീലാത്തോസിന്റെ മുമ്പിൽ യേശുവിനെ ക്രൂശിക്കാൻ ആർത്ത് വിളിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു, യേശു ക്രിസ്തു യഹൂദന്മാരോട് പറഞ്ഞു, കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന വാഴ്ത്തപ്പെട്ടവൻ നിങ്ങൾ പറയുവോളം നിങ്ങൾ യേശുവിനെ കാണുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അവൻ രാജാവായി വന്നു, ഇന്ന് രാജ്യം സ്ഥാപിച്ചില്ല. രാജ്യം സ്ഥാപിക്കാതെ മനുഷ്യ രാശിയുടെ രക്ഷയ്ക്കായിട്ട്, വീണ്ടെടുപ്പിനായിട്ട് മരിക്കേണ്ടിയിരുന്നു. മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ സഭയെ സ്ഥാപിച്ച് ഇനി യേശുക്രിസ്തുവിൻ്റെ സമയത്ത്, പിതാവിൻ്റെ സമയത്ത് ഈ കാര്യങ്ങൾ വ്യക്തമായി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ജെറുസലേമിൽ വെള്ളിയാഴ്ച യേശുവിനെ ക്രൂശിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൽ 17-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു. ഈ ആഴ്ച യേശുക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിൽ ക്രിസ്തു മതം കൊണ്ടാടുകയാണ്. ക്രിസ്തു മതം. ഞാൻ ക്രിസ്തു മതക്കാരനല്ല, ഞാൻ ക്രിസ്ത്യാനിയാണ്. ഈ വേദപുസ്തകത്തിലെ ക്രിസ്തുവിൽ വിശ്വസിക്കുകയും അവൻ ആരാണ്, അവൻ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു, ലോകത്തിനു വേണ്ടി എന്ത് ചെയ്തു എന്ന് വിശ്വസിക്കുന്നതല്ല ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. എന്നാൽ ക്രിസ്തു മതമോ ഈ കഷ്ടാനുഭവം ആഘോഷിക്കുന്ന കൂട്ടരാണ്. ക്രിസ്തു മതത്തെപ്പറ്റി 2 വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. വാസ്തവം മനസ്സിലാക്കാത്ത അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടമാണ് ക്രിസ്തു മതം. വാസ്തവം മനസ്സിലാക്കാത്ത അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടം. ശലോമോൻ പണിത അതിമനോഹരമായ ദേവാലയത്തിൽ യേശുവിനെ എന്നും ക്രൂശിക്കുന്ന ഒരു സ്ഥാപനമാണ് ക്രിസ്തു മതം. അങ്ങനെ മത്തായിയുടെ സുവിശേഷത്തിലെ വംശാവലിയിൽ നിന്ന് യേശു ക്രിസ്തുവിനെ നന്നായി ഗ്രഹിക്കാൻ നാം ശ്രമിക്കുകയാണ്. തിരുവചനത്തിലെ ക്രിസ്തുവിനെ, തിരുവചനത്തിലെ പ്രവചനങ്ങളിലെ ക്രിസ്തുവിനെ, തിരുവെഴുത്ത് പ്രകാരം മരിച്ച ക്രിസ്തുവിനെ, തിരുവെഴുത്തുകൾ പ്രകാരം ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ നമുക്ക് മനസ്സിലാക്കാം, വിശ്വസിക്കാം. ക്രിസ്തുവിനെ മനസ്സിലാക്കി വിശ്വസിക്കാൻ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് വിൻസെന്റ് തോമസ്.